ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നല്ല രണ്ട് വാള കിട്ടിയിട്ടുണ്ട്. തേങ്ങ അരച്ച വാളക്കറിയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ. അതിന് നമുക്ക് തേങ്ങ അരയ്ക്കാനുള്ള ജാർ എടുക്കുക. അതിലേക്ക് അരമുറി തിരുമിയ തേങ്ങ ഇടുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 കൊച്ചുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി പാകം ചെയ്യാനായിട്ടുള്ള മൺചട്ടി എടുക്കുക. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 3 പച്ചമുളക് രണ്ടായിട്ട് കീറിയതും ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ഇടുക. അതിലേക്ക് തന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ആ അരപ്പ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരപ്പ് കഴുകിയ വെള്ളവും അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 3 വടക്കമ്പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വടക്കമ്പുളിയും അതിന്റെ വെള്ളവും കൂടി ഈ അരപ്പിലേക്ക് ഒഴിച്ചു ഒന്ന് കലക്കിയെടുക്കുക. പാകത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക, കറിവേപ്പിലയും കൂടി ഇട്ട്. എന്നിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. അടുപ്പിലേക്ക് വെച്ച് അടച്ചു വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ അരപ്പ് നല്ലപോലെ തിളച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിനി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന വാളയുടെ കഷ്ണങ്ങൾ ഈ അരപ്പിലേക്ക് പറക്കിയിടുക. എന്നിട്ട് ചട്ടിയോളം ഒന്ന് എടുത്ത് ഒന്ന് കറക്കി അടുപ്പിലേക്ക് വെക്കുക വീണ്ടും. എന്നിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നാലല്ലേ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ. നമ്മുടെ ചാനലിലൊക്കെ കാണുന്ന വീഡിയോസുകൾ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന ഓരോ വീഡിയോസുകളുടെയൊക്കെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓരോ വീഡിയോസുകൾ കാണുമ്പോഴും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അല്ലാതൊരു ചീനും ചട്ടി എടുക്കുക. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് ഒന്ന് പൊട്ടിക്കുക. അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, ഒരു 10 കൊച്ചുള്ളിയും കൂടി അരിഞ്ഞത്, കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മീൻകറിയിലേക്ക് ഒന്ന് താളിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ കൊച്ചുള്ളി വഴറ്റി ഒന്ന് എടുക്കുന്നത്. അത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അരച്ച വാളക്കറി കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഈ ചൂട് വെളിച്ചെണ്ണയും വഴറ്റിയ കൊച്ചുള്ളിയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും വീടുകളിൽ വാള കിട്ടുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അപ്പൊ നമ്മുടെ തേങ്ങ അരച്ച വാളക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബായ്.